പല്ലുവേദന കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കൊരു ട്രീറ്റ്മെന്റ് ഞാൻ പറഞ്ഞു തരാം. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുൽക്കിലെ തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് എന്ന് തുടങ്ങുന്ന സൂറത്തുൽ മുൽക്കിലെ ഒരായത്തുണ്ട്. ഖുൽ ഹുവല്ലദീ അൻശഅകും വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദത ഖലീലൻ മാ തഷ്കുറൂൻ. ഈ ഒരു ആയത്ത് പല്ലിന്റെ ഏത് ഭാഗത്താണോ വേദന ആ ഭാഗത്ത് ടച്ച് ചെയ്ത് 7 പ്രാവശ്യം മന്ത്രിച്ചു കഴിഞ്ഞാൽ പല്ലുവേദന ശിഫയാകുമെന്ന് ഹബീബായി നബി തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എനിക്ക് പറ്റില്ല ബാബുമോനെ, എന്റെ എല്ലാ കണ്ടുപിടുത്തങ്ങൾക്ക് പിന്നില് നീയാണ്ടാ. നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര മതതീവ്രവാദമായി പോവും. ഈ മുസ്ലിങ്ങളായിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഈ പറഞ്ഞുള്ളതാണ്, പല്ലുവേദന ഉണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ പല്ലുവേദന മാറുമോ? അങ്ങനെയാണ് ദന്താശുപത്രിയൊക്കെ എന്തിനാ? എനിക്കറിയാൻ പാടില്ല. അയാള് ബുദ്ധിജീവിയൊക്കെ മാറ്റിച്ചിട്ട് ലോക്കലായി തോക്കെടുക്കട്ടെ. വേണ്ട, നീ പോയി കുടിക്കാൻ സൂപ്പ്. പല്ല് ക്ലീൻ ചെയ്യാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? അള്ളാടെ പേരും പറഞ്ഞുള്ള പരിപാടി നിർത്തിക്കോ. ധീരതയ്ക്ക് അവാർഡ് വാങ്ങിയിട്ടുള്ള നായർ സാബാണ് ഈ പറയുന്നത്. ഇതിനിങ്ങനല്ല പാട്ട് കൊടുക്കണ്ടേ. തണ്ടയില്ലാത്തവനാണേ തണ്ടയില്ലാത്തവനാണേ. ഓ ധാരാളായി, ഇനിയിപ്പോ വിശപ്പുണ്ടാവുന്നുണ്ടാവില്ല. സൂര്യന്റെ സഹായം ഇല്ലെങ്കിൽ ചേട്ടന്റെ പേര് പോലും പറയാൻ പറ്റില്ല കുറച്ച് ദിവസം കഴിഞ്ഞാൽ. മൂണിന്റെ സഹായം ഇല്ലെങ്കിൽ ചേട്ടന് ഇമ്മ്യൂണിറ്റിയും കിട്ടില്ല. നക്ഷത്രങ്ങളാണ് നമ്മളെ മുഴുവൻ നിയന്ത്രിക്കുന്നത്. ചേട്ടനൊരു ഗേൾ ഫ്രണ്ടിന്റെ മെസ്സേജ് വന്നാൽ ചേട്ടന്റെ മാനസിക നില മാറുമോ? മാറോ ഇല്ലയോ? ഒരു മെസ്സേജ് വന്നാൽ എന്റെ പൊന്നു സ്വാമി, നോർവേ എന്ന് പറഞ്ഞ സ്ഥലത്ത് 3 മാസം സൂര്യനേ ഇല്ല. അപ്പൊ അവിടുത്തെ എന്തോ ചെയ്യും? അതിനെന്താ മാങ്ങാത്തൊലി. എനിക്ക് എന്തെങ്കിലും സങ്കടം വന്ന എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് പറഞ്ഞാൽ അവർക്ക് വേഗം മനസ്സിലാകുമായിരിക്കും. സങ്കടങ്ങളുണ്ടോ? അങ്ങനല്ല, വലിയ സങ്കടങ്ങളല്ലേ. ഇപ്പൊ സങ്കടം ഈ പ്രായത്തിൽ നിങ്ങൾക്ക് ആർക്കും സങ്കടം ഇല്ലായിരുന്നു ആ പ്രായത്തില്? ബിരിയാണി ലൈക്ക് പീസ് കിട്ടിയില്ല. അതിപ്പോഴും അതൊക്കെ നമ്മളെ ഞാൻ പറയണ ഇപ്പൊ ഉള്ള ഇതിലെന്തൊക്കെയാ കഴിഞ്ഞ അടുത്ത കാലത്ത് ഒരു സങ്കടം എന്താ മനസ്സിൽ തോന്നിയ വേദന? ഇതിപ്പോ ചേട്ടൻ അറിയാനുള്ള ഇപ്പൊ സങ്കടം എന്ന് പറഞ്ഞ ഇപ്പൊ എനിക്ക് ഭയങ്കര മനസ്സിന് ഈ ഇറാൻ ഇസ്രായേൽ യുദ്ധം ഭയങ്കര മനസ്സിലുണ്ടാക്കി. കൈയടിക്കും. കാവ്യമാധവൻ ചേച്ചിയുടെ സൗണ്ട് ഒരു മിമിക്രിക്കാരൻ ചെയ്യണ ഞാൻ കണ്ടിട്ടില്ല. ഒന്ന് എടുത്തു കൊടുക്കടാ. ഒറ്റ വോയിസിലാണ് ജനങ്ങളെ കാവ്യമാധവനാണെന്ന് മനസ്സിലാവും. ഒറ്റ വോയിസിൽ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഇതുപോലെ ഒരു അച്ഛനില്ലാത്ത കൂട്ടുകാരനുണ്ടായിരുന്നു. എന്താ പറഞ്ഞാലും സപ്പോർട്ട് ചെയ്യും. അവൻ കാരണമാണ് ഞാൻ ആദ്യം അവത്തായത്. നമുക്ക് കാണാം.